केरला एकदम अच्छा है। ये बच्चा लोग का पढ़ाई लिखाई एकदम अच्छा लगा, इसलिए हम लोग इधर हरी भाई हमको इधर लेके आया और हम लोग एकदम अच्छा है। ബുള്ളറ്റ് ബൈക്കിനോട് വലിയ കമ്പമാണ്. പിന്നെ മനസ്സിലുണ്ടായിരുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന പാവയ്ക്ക വലുപ്പമുള്ള നാടിനോട് സ്നേഹവും. അങ്ങനെയാണ് 14 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ നിന്ന് ആഗ്രഹങ്ങളുമായി ഇബ്രാഹിം എന്നയാൾ കേരളത്തിലെത്തിയത്. ഇവന് ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ബുള്ളറ്റിൻ്റെ ഉസ്താദാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് പോകുന്നത്, എനിക്ക് നിങ്ങളുടെ അവിടെ വന്ന് പണിയെടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, അതൊരു വിഷയമാണ്. അപ്പോൾ ഞാനൊരു അവധിക്ക് വന്നപ്പം ഇവനെ കൂടെ കൂട്ടിയിട്ട് വന്നു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ ഞാൻ താമസിപ്പിച്ചു, കാരണം വേറെ എങ്ങനെ താമസിക്കാതെ അവിടെ താമസിപ്പിച്ചു. അവിടെ ഒരു 3-4 മാസം നിന്നിട്ട് നാടിന്ന് പഠിക്കാൻ പറഞ്ഞു. നാടറിഞ്ഞു, നാട്ടുകാരെ അറിഞ്ഞു. ഇന്നയാൾ നാട്ടുകാരനായ ബുള്ളറ്റ് ബാബുവാണ്. ബുള്ളറ്റ് ബാബുവിൻ്റെ പണിയിടത്തിൽ കൂടെ കുടുംബാംഗങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ ഈ തൊഴിൽ ഇവർക്ക് കുടുംബകാര്യം കൂടിയാണ്. മക്കൾക്ക് പണി അറിഞ്ഞിരിക്കണം, പണി മാത്രം പോരാ, നന്നായി പഠിക്കാനുള്ള ഇടവും വേണം. ആ നല്ല ഇടമാണ് ഇവർക്ക് ഈ നാട്. बच्चों लोग पढ़ाई लिखेगा तो कुछ बनेगा, तो अभी एयरफोर्स में, आर्मी में या फौज में जाएगा तो अच्छा है। मेरा यही सपना है, फौज में जाना चाहिए बच्चे लोग, मेरा यही सपना है। यही जाएगा तो मेरा बहुत खुश है. അതിഥിയായി എത്തി ഒടുവിൽ നാട്ടുകാരനായി ജീവിതയാത്ര ഇവിടെ തുടരുകയാണ് ഇവർ.